ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ആ മെത്രാനെ അനുകരിക്കരുത്. സ്വേച്ഛാധിപതിയായ മെത്രാനാണ് അയാൾ. ഈ വീഡിയോയുടെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലരുടെയും മുഖം തെളിഞ്ഞു വരാം. പക്ഷെ നിഗമനം എടുക്കുന്നതിന് മുൻപ് ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മുമ്പിൽ വന്ന ഒരു സംശയമാണ്. യോഹന്നാന്റെ 3-ാമത്തെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ഞാൻ സഭയ്ക്ക് ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെപ്പറ്റി അവനെ ഓർമ്മപ്പെടുത്തും. അവൻ അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നു. മാത്രമല്ല, കൈക്കൊള്ളാൻ മനസ്സുള്ളവരെ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. ചോദ്യം ഇതാണ്: യോഹന്നാൻ ശ്ലീഹായെ കൂട്ടാക്കാത്ത ഈ ദിയോത്രഫേസ് ആരാണ്? ആദിമസഭയിൽ ശ്ലൈഹിക അധികാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഇയാൾ മെത്രാനായിരുന്നോ? മെത്രാനായിരുന്നുവെന്ന് ഞാൻ ചിലയിടത്ത് ഒക്കെ വായിച്ചിട്ടുണ്ട്. ആദ്യമേ പറയട്ടെ, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ തിരുവചനത്തോട്, നമ്മുടെ ബൈബിളിലുള്ള പുതിയ നിയമത്തിലുള്ള യോഹന്നാന്റെ 3-ാം ലേഖനം, പുതിയ നിയമത്തെ ഏറ്റവും ചെറിയ പുസ്തകമാണിത്, ഏറ്റവും ചെറിയ ലേഖനമാണിത്. വളരെ 200 ചില്ലാനം വാക്കുകളേ ഉള്ളൂ ഗ്രീക്ക് ഭാഷയിൽ. അപ്പം നിങ്ങൾക്ക് ഒരു നിസാര നേരം കൊണ്ട് വായിച്ചു തീർക്കാം. അപ്പം നിങ്ങൾ വായിക്കുക. അതിലെഴുതിയിരിക്കുന്ന തിരുവചനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മാത്രമേ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ, ഞാൻ തിരുവചനം വ്യാഖ്യാനിക്കൂ. ഞാൻ നൽകുന്ന വ്യാഖ്യാനം കേൾക്കുമ്പോൾ പലർക്കും ഇന്നത്തെ ചില ആളുകളുമായിട്ട് സാമ്യം തോന്നാം. അതെന്റെ കുറ്റമല്ല. നിങ്ങൾക്ക് ഏത് വ്യാഖ്യാന ഗ്രന്ഥവും പരിശോധിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിൽ പരതാം. അല്ലെങ്കിൽ AI ടൂൾ വെച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് പരിശോധന നടത്താം. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യം വരും. ഞാൻ ആരെയും മനസ്സിൽ വെച്ച് പണ്ടല്ല, എന്നാൽ തിരുവചനത്തോട് വിശ്വസ്തത പുലർത്താതെ വ്യാഖ്യാനിക്കാൻ എനിക്ക് പറ്റുകയുമില്ല. ഈ അഡോൾഫ് ഫോൺ ഹാർനാക്ക് തുടങ്ങിയ വേദശാസ്ത്രികള്, അതായിരിക്കും എന്നോട് ചോദ്യം ചോദിച്ച ആള് പറയുന്നത്, ഈ അങ്ങനെയുള്ള വേദശാസ്ത്രികള് ഈ ദിയോത്രഫേസിനെ സ്വേച്ഛാധിപതിയായ മെത്രാൻ എന്നാണ് വിളിക്കുന്നത്. മൊണാർക്കിക്കൽ ബിഷപ്പ്, അത് ഉപയോഗിക്കുന്ന വാക്ക, സ്വേച്ഛാധിപതിയായ മെത്രാൻ, മൊണാർക്കിക്കൽ ബിഷപ്പ്. രാജഭാഷക്കാലത്ത് സമഗ്രാധിപത്യം പുലർത്തിയിരുന്ന ഏക ഛത്രാധിപതികളെ പോലെ പെരുമാറുന്ന ആദിമസഭയില് അധികാരം തലയ്ക്ക് പിടിച്ച ഒരു മെത്രാൻ. അങ്ങനെയാണ് ഈ അഡോൾഫ് ഫോൺ ഹാർനാക്ക്, അദ്ദേഹം ജർമ്മൻകാരനാണെന്ന് എന്റെ അറിവ്, വ്യാഖ്യാനിക്കുന്നത്. ഈ ദിയോത്രഫേസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ദിയോത്രഫേസ്. ദിയോ എന്നത് സെവുസ്, ഗ്രീക്ക് മിത്തോളജിയിലെ സെവുസ് ദേവന്റെ പേരാണ്. ട്രെഫോ എന്ന് പറഞ്ഞാൽ വളർത്തുക, പോഷിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ സെവുസ് ദേവനാൽ പോഷിപ്പിക്കപ്പെട്ടവൻ, സെവുസ് ദേവൻ വളർത്തിയവൻ എന്നൊക്കെയാണ് ആ പേരിനർത്ഥം. എന്ന് വെച്ചാൽ വിജാതീയ രാജകുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ദിയോത്രഫേസ്, വിജാതീയ രാജകുടുംബത്തില്. പക്ഷേ ശ്ലീഹന്മാരുടെ സുവിശേഷ പ്രസംഗം കേട്ട് അയാൾ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി. ആദ്യമൊക്കെ നല്ല മനുഷ്യനായിരുന്നു, നല്ല ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ശ്ലീഹന്മാര് അയാളെ മെത്രാനാക്കാൻ തീരുമാനിച്ചു. അയാളെ കൈവപ്പിലൂടെ മെത്രാനായി വാഴിച്ചു. പക്ഷേ മെത്രാൻ സ്ഥാനം കിട്ടിയപ്പോഴാണ് അയാളുടെ തനി സ്വരൂപം പുറത്തു വന്നത്. എന്തൊക്കെയാണ് തനി സ്വരൂപം? ഈ സ്നേഹത്തിന്റെ ആൾരൂപമായ യേശുവിന്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്ന, യേശു സ്നേഹിച്ച ശിഷ്യനായ, സ്നേഹത്തിന്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ ശ്ലീഹ ഈ ദിയോത്രഫസ് എന്ന മെത്രാനെ കുറിച്ച് പറയുന്നത് കേട്ടാലും നമ്മൾ കേട്ടതാണ്, നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഞാൻ സഭയ്ക്ക് ഒന്ന് എഴുതിയിരുന്നു, ഞാൻ സഭയ്ക്ക് ഒരു കത്ത് എഴുതിയിരുന്നു.
അതായത് ദിയോത്രഫസിന് യോഹന്നാൻ ഒരു കത്തയച്ചു. ആ കത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? ദിയോത്രഫസ് യോഹന്നാൻ സ്ലീഹായുടെ ശ്ലൈഹിക അധികാരം അംഗീകരിച്ചിരുന്നില്ല. സ്ലീഹന്മാരുടെ, യേശുവിന്റെ നേരിട്ടുള്ള സ്ലീഹന്മാരുടെ അധികാരം ഈ മെത്രാൻ അംഗീകരിച്ചില്ല. ആ കത്ത്, അതായത് യോഹന്നാൻ സ്ലീഹ ഈ മെത്രാന്, ദിയോത്രഫസ് എന്ന മെത്രാൻ അയച്ച കത്ത്, അത് സഭയിൽ വായിക്കണം, അദ്ദേഹത്തിന്റെ രൂപതയിൽ വായിക്കണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അത് വായിച്ചില്ല, അനുസരിച്ചില്ല. അതനുസരിച്ച് തിരുത്തൽ വരുത്താൻ തയ്യാറാകാതെ ആ കത്ത് നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ആ കത്ത് കിട്ടാത്തത്. ഞാൻ ഒന്ന് എഴുതിയിരുന്നു, ആ കത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ മെത്രാൻ ആ കത്ത് വായിച്ചില്ല, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ല. ആ കത്ത് നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. ഇപ്പൊ നമുക്ക് മനസ്സിലാകും, മാർപ്പാപ്പയുടെ കത്ത് വായിക്കില്ല ഇടവകളില്. മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശം അത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കും. മെത്രാന്മാരുടെ സർക്കുലർ വായിക്കാതെ കത്തിച്ചു കളയും, അല്ലെങ്കിൽ ചവറ്റുകൊട്ടയിൽ എറിയും. തുടങ്ങിയ ഈ എറണാകുളം വിമതര് കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ അന്ന് ഈ ദിയോത്രഫേസ് എന്ന് പറഞ്ഞ മെത്രാൻ ചെയ്തതാണ്. ഇങ്ങനെ മാർപ്പാപ്പയെ അനുസരിക്കാതെ, മാർപ്പാപ്പയുടെ കത്തിനെ ബഹുമാനിക്കാതെ, വീഡിയോ സന്ദേശത്തെ ബഹുമാനിക്കാതെ, ആ വീഡിയോ സന്ദേശം സീനഡ് ആവശ്യപ്പെട്ടിട്ടാണ് മാർപ്പാപ്പ ഇറക്കിയത്. സീനഡ് ആവശ്യപ്പെട്ടിട്ട്, എന്നിട്ടാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞ് നടക്കണേ. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെ വീണ്ടും ഉന്നത സ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്നു. ഇങ്ങനെ മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തെ ബഹുമാനിക്കാതെ, കത്തിനെ ബഹുമാനിക്കാതെ സർക്കുലറുകളെല്ലാം കത്തിച്ചു കളഞ്ഞ ആ വിമതരെ ചേർത്ത് പിടിക്കുന്ന, അവരെ പിന്തുണയ്ക്കുന്ന, അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഏകഛത്രാധിപതികളായ മെത്രാന്മാരുടെ പൂർവ്വ രൂപമായിരുന്നു, ആദിമസഭയിലെ രൂപമായിരുന്നു ദിയോത്രഫേസ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ് അദ്ദേഹത്തിന്റെ, ദിയോത്രഫേസിന്റെ? അവരിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്ന, ഞാൻ കത്ത് എഴുതിയിരുന്നു, എന്നാൽ അവരിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ ഈ ലേഖനം എഴുതിയത് ഏത് സഭയ്ക്കാണോ ആ സഭയിലെ പ്രാദേശിക നേതാവ് അല്ലെങ്കിൽ മെത്രാനായിരുന്നു ഈ ദിയോത്രഫസ്. അയാള് അധികാരക്കൊതി മൂത്ത് സ്ലീഹന്മാരുടെ അധികാരത്തെ വകവെക്കാതായി. അയാളുടെ ആഗ്രഹം എല്ലാവരേക്കാൾ പ്രധാനിയാകണമെന്നാണ്. അതായത് സ്ലീഹന്മാരെക്കാൾ പ്രധാനിയാകണം, പത്രോസിനേക്കാളും യോഹന്നാനേക്കാളും പൗലോസിനേക്കാളും പ്രധാനിയാകണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കളി കളിക്കുന്നത്. എല്ലാവരിലും പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ എഴുതിയ കത്ത് നശിപ്പിച്ച് കളഞ്ഞെന്ന്. യോഹന്നാൻ സ്ലീഹയാണ് എഴുതണേ. യേശു സ്നേഹിച്ച ശിഷ്യൻ ആയ യോഹന്നാൻ ഇപ്പോഴത്തെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നവും മറ്റു പ്രശ്നവും തീർക്കാതെ 6-7 കൊല്ലം 5-10 കൊല്ലം പോകട്ടെ എന്ന് പറയുന്നത്, അങ്ങ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനു വേണ്ടിയാ? എല്ലാവരിലും പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന സത്യം അത് പരസ്യമായ രഹസ്യമാണ്. ദിയോത്രഫേസ്, ഞാനത് അതിന്റെ പേരിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു. അയാള് വിജാതീയൻ മാനസാന്തരപ്പെട്ട പറഞ്ഞു. വാസ്തവത്തിൽ വളരെ അലോസരപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ഈ ദിയോത്രഫസ് എന്ന മെത്രാൻ. യോഹന്നാൻ സ്ലീഹയുടെ നേതൃത്വം ഈ മെത്രാൻ അംഗീകരിക്കുന്നില്ല. 1. 2, സ്ലീഹന്മാരുടെ പൊതുവായ നേതൃത്വത്തിന് കീഴ്പ്പെടാൻ അയാൾ തയ്യാറല്ല. രണ്ടാമത്തെ പ്രശ്നം ഈ മെത്രാന്റെ. 3, സുവിശേഷ പ്രഘോഷകരെ, ഇങ്ങനെ സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന പൗലോസിനെ പോലുള്ളവര്, സുവിശേഷ പ്രഘോഷകരെ, സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നവരെ, അവരെയാണ് പ്രവാചകന്മാർ എന്ന് വിളിച്ചിരുന്നത് ആദിമസഭയിൽ. സുവിശേഷ പ്രഘോഷകരെ സ്വാഗതം ചെയ്യണമെന്ന് കാണിച്ച് യോഹന്നാൻ സ്ലീഹ അയാൾക്ക് അയച്ച കത്ത് പോലും ഒന്നുകിൽ കൈപ്പറ്റിയാൽ തന്നെ കത്തിച്ചു കളഞ്ഞു, വായിച്ചില്ല, അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. പിന്നെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ദിയോത്രഫസ് യോഹന്നാൻ സ്ലീഹയ്ക്കെതിരെ പ്രചരിപ്പിച്ചത്. അല്ലേ, ദുർവാക്ക് പറഞ്ഞ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യോഹന്നാൻ സ്ലീഹയെ കുറിച്ച് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുക. നമ്മുടെ സഭാ തലവനെ കുറിച്ച് ഇല്ലേ, വ്യാജരേഖ ചമിക്കുക, ഭൂമി കുംഭകോണം. അപ്പൊ ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല, ആദിമസഭയിലത്തെ കാര്യമേ പറയണേ. തീർന്നില്ല. ഈ ഗായോസ് എന്നൊരു വ്യക്തിക്ക് ആണ് ഈ ലേഖനം എഴുതുന്നത്, ഈ യോഹന്നാൻ സ്ലീഹ. ഈ ഗായോസ് എന്നത് ആ സഭയിൽ തന്നെ ഒരാളാണ്. അയാള് നല്ല മനുഷ്യനാണ്. സുവിശേഷ പ്രഘോഷകരെ സ്വീകരിച്ചു, അവർക്കൊണ്ട് സൗകര്യം ചെയ്തു കൊടുത്തു. അതിനാൽ ഈ ദിയോത്രഫസ് എന്ന മെത്രാന് ഗായോസിനോട് വിരോധം.
അതുകൊണ്ട് ഗായോസിനോട് വളരെ അസഹിഷ്ണുതയോടെ ശത്രുതാ മനോഭാവത്തിന് പെരുമാറുകയാണ് ദിയോത്രഫസ്. അവരെ സ്വീകരിക്കാനോ സുവിശേഷ പ്രകാരം സ്വീകരിക്കാനോ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ തയ്യാറല്ലാത്ത ദിയോത്രഫസ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഗായോസ് എന്ന ആളെ ശത്രുതാ മനോഭാവത്തിന് കണ്ടു അയാളെ ദ്രോഹിക്കാൻ തുടങ്ങി. പ്രധാനിയാകാനും അധികാരം നിലനിർത്താനും ഇല്ലേ അയാള് ഏതറ്റം വരെയും പോകും. അങ്ങനെ ആധിപത്യം, സമഗ്രാധിപത്യം എന്ന് പറയുന്ന, സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന, ഏകഛത്രാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രവണതയുടെ, ഫാസിസ്റ്റ് പ്രവണതയുടെ വക്താവാണ് ഈ ദിയോത്രഫസ്. കറുത്ത വസ്ത്രം ഉപയോഗിച്ചാൽ അപ്പോ അസഹിഷ്ണുത വരും. കറുത്ത വസ്ത്രം ഉപയോഗിച്ചാൽ സമഗ്രാധിപത്യത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ തുപ്പരുത്, ഇവിടെ തുമ്മരുത്, ഇവിടെ ചിരിക്കരുത്, ഇവിടെ കരയരുത് എന്നൊക്കെയാണ് പണ്ട് സ്വേച്ഛാധിപതികൾ എഴുതി വെച്ചിരുന്നത്. ഇവിടെ ഇല്ലേ തുപ്പരുത്, തുമ്മരുത് അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ? തുപ്പരുതെന്ന് പറയാം, തുമ്മരുത്, കോട്ടുവായി ഇടരുത്, ചെണ്ട കൊട്ടരുത്, മൈക്ക് ഇല്ലേ ഞാൻ പറയുന്ന പോലെ നിൽക്കണം. ഇതൊക്കെ ഒരു ഫാസിസ്റ്റ് മനോഭാവമാണ്, അസഹിഷ്ണുത, ഏകഛത്രാധിപത്യം. അങ്ങനെയുള്ളവര് സഭയ്ക്കകത്തുമുണ്ട്. ശ്ലീഹന്മാരെ തന്നെ വാഴിച്ച സ്ഥലത്തെ മെത്രാനാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രദേശത്തിന്റെ രൂപതയുടെ മെത്രാനായിരുന്ന അയാള് പല ദേശങ്ങളുടെ, പല രൂപതകളുടെ അധിപതിയായിരുന്ന യോഹന്നാൻ ശ്ലീഹയുടെയും മറ്റ് ശ്ലീഹന്മാരുടെയും അധികാരത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. നമ്മളിപ്പോ സീറോ മലബാർ സഭയില് ഓരോ രൂപതകളും ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ഒക്കെ പ്രാദേശിക സഭകളായിട്ട് നിൽക്കുകയാണ്, നാട്ടുരാജ്യങ്ങളായിട്ട്. എന്താണ് ഒരു സഭയായിട്ട് മാറാത്തെ? വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു സീറോ മലബാർ സഭ, പക്ഷേ ഒരു സഭയായിട്ടില്ല, ഒക്കെ നാട്ടുരാജ്യങ്ങളാണ്. കാരണം എന്താണ്? ഓരോ മെത്രാനും ഓരോ സ്ഥലത്ത് നാട്ടുരാജാവിനെ പോലെ ഈ ദിയോത്രഫസിനെ പോലെ പെരുമാറാണ്. എല്ലാവരും കൂടി ഒന്നിക്കാനായിട്ടുള്ള ഒരു മനസ്സ് വേണ്ടേ? അതിനുള്ള എളിമ വേണ്ടേ? ഒരു സഭയെന്നുള്ള തോന്നൽ വേണ്ടേ? എനിക്ക് കിട്ടിയ വിശേഷ അധികാരം ഉപയോഗിച്ച് എന്താ ഒരു മെത്രാന്റെ ഭാഷ? ആ വിശേഷാധികാരം സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടിയല്ലേ, അഖണ്ഡതയ്ക്ക് വേണ്ടിയല്ലേ? അല്ലാതെ ഒരാളുടെ അധികാരം ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണോ? സാങ്കേതികത്വം കാണിച്ചിട്ടെങ്കിൽ അധികാര പ്രമത്തത കാണിക്കാൻ വേണ്ടിയാണോ? അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ അധികാരമുണ്ട്. എന്തിനാണ് ഈ അധികാരം? സഭയുടെ ഐക്യതയ്ക്കും ഒത്തൊരുമയ്ക്കും വേണ്ടിയാണ്, അല്ലാതെ തോന്നി പോലെ അധികാരം കാണിക്കാൻ വേണ്ടിയല്ല. പക്ഷെ അങ്ങനെ ചെയ്ത ഒരാളാണ് ഈ ദിയോത്രഫസ്. ഈ ആദിമസഭയിൽ രൂപമെടുത്ത ഒരു പ്രതിസന്ധി മനസ്സിലാക്കാൻ ഈ സംഭവം സഹായിക്കുകയാണ്. യേശുവിന്റെ ശിഷ്യന്മാര് തങ്ങൾ പിൻഗാമികളായി മെത്രാന്മാരെയും എപ്പിസ്കോപ്പോയി, പുരോഹിതന്മാരെയും പ്രസ്ബിറ്ററോയി വാഴിച്ച് ഓരോ പ്രദർശനം ചുമതല നൽകി. 1 തിമോത്തി 3:2, തീത്തോസിന്റെ ലേഖനം 1:8 അതിന് തെളിവുകളുണ്ട്. അങ്ങനെ വാഴിക്കപ്പെട്ടവരിൽ ചിലർ അവർക്ക് പട്ടം കൊടുത്ത് വാഴിച്ച സ്ലീഹന്മാരെ അനുസരിക്കാൻ തയ്യാറല്ല. സുവിശേഷ പ്രഘോഷകർ സ്വാഗതം ചെയ്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന സ്ലീഹന്മാരുടെ ആ നിർദ്ദേശം സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ല. ഈ മനസ്സില്ലാത്ത ദിയോത്രഫസിന്റെ ഭീഷണിക്ക് വഴങ്ങാത്ത ഗായോസിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ ഗായോസ് യോഹന്നാൻ ശ്ലീഹയ്ക്ക് ഒരു കത്ത് എഴുതുകയാണ്. അതാണ് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം. ഈ ദിയോത്രഫസിന്റെ ഭീഷണിക്ക് വഴങ്ങരുതെന്നും സുവിശേഷ പ്രഘോഷകർക്കും സഞ്ചരിക്കുന്ന സുവിശേഷ പ്രഘോഷകർക്കൊക്കെ സ്വാഗതം ചെയ്തു കൊടുക്കുന്ന ആ നല്ല പ്രവൃത്തി തുടരണമെന്നും, സ്വാഗതം ചെയ്യുക മാത്രമല്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തി തുടരണമെന്നും ഗായോസിനെ ആഹ്വാനം ചെയ്ത് ആവശ്യപ്പെട്ട് എഴുതിയിരിക്കുന്ന കത്താണിത്. അത് നമ്മുടെ വേദപുസ്തകത്തിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ തുറന്ന് പറയാണ് 10ാമത്തെ വാക്യത്തില്, ഞാൻ വന്നാൽ, അതായത് അധികം വൈകാതെ യോഹന്നാൻ ശ്ലീഹ ആ സഭയിൽ സന്ദർശനം നടത്തും. അപ്പൊ ഈ ദിയോത്രഫസ് മെത്രാനെ നിലയ്ക്ക് നിർത്തും, സഭയിലെ കാര്യങ്ങൾ നേരെയാക്കും. പക്ഷെ അതിനു മുമ്പ്, അത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ ഗായോസ് എന്ന ആളും പിന്നെ വേറൊരാളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ദെമേത്രിയോസ്, അന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളായി പറയണേ. വാക്യം 14 അത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ വന്നാൽ അവനെന്ത് ചെയ്യും? ഈ ദിയോത്രഫസ് മെത്രാൻ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി അവനെ ഞാൻ ഓർമ്മപ്പെടുത്തും. അവൻ അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്, ഈ സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നവരെ മാത്രമല്ല കൈക്കൊള്ളാൻ മനസ്സുള്ളവരെ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഗായോസിനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ശ്ലീഹ ഇടപെട്ടത്. ഞങ്ങളെ ശകാരിച്ചുകൊണ്ട്, ദുർവാക്കുകൾ പറഞ്ഞ് ശകാരിച്ചുകൊണ്ട്, യോഹന്നാനെതിരെ മാത്രമല്ല മറ്റ് ശ്ലീഹന്മാർക്കെതിരെയും മോശം വാക്കുകൾ ഉപയോഗിക്കാൻ ഈ വിമത മെത്രാനായ ദിയോത്രഫസ് മടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിരിക്കുന്നത്, എനിക്കെതിരെ എന്നല്ല, ഞങ്ങൾക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ.
ബെനഡിക്ട് മാർപ്പാപ്പയ്ക്കെതിരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ, സ്ലീഹന്മാരെ പിൻഗാമികൾക്കൊക്കെ എതിരെ. ഇതല്ലേ വിമതരെ എറണാകുളത്ത് ചെയ്യുന്നത്? തന്റെ അധികാരസീമയിൽ സ്ലീഹന്മാർ കൈ കടത്തേണ്ടതില്ല എന്നാണ് ദിയത്രഫസ് പറയണേ. ഇത് തന്നെയല്ലേ എറണാകുളത്ത് വിമതര് പറയണേ? ഞങ്ങൾ എറണാകുളം ഏകം സ്വതന്ത്ര സഭ, ഇതിലുമൊക്കെ ആരും ഇടപെടണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും, ഇവിടുത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ഈ ദിയത്രഫസിന്റെ അതേ പിൻഗാമികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അവർക്ക് പിന്തുണ കൊടുക്കുന്ന മെത്രാന്മാരും. 11ാമത്തെ വാക്യം, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. തിന്മ അനുകരിക്കരുത്. സ്ഥലത്തെ മെത്രാനായിരിക്കുന്ന ദിയത്രഫസിന്റെ ദുർമാതൃക അനുകരിക്കരുതെന്ന് ഗായോസിനെ എഴുതി അറിയിച്ചിരിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ. സഭാംഗങ്ങളെ സ്വാധീനിക്കുകയാണ്, തെറ്റായ രീതിയിൽ സ്വാധീനിക്കുകയാണ് മെത്രാന്റെ ദുർമാതൃക. പക്ഷേ ഗായോസിന്റെ കൂടെയുള്ളവരും ആ മെത്രാന്റെ ദുർമാതൃക അനുകരിക്കരുത്, ആ തിന്മ അനുകരിക്കരുത്. ആരെഴുതിയിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹ. ഇത് മാണിപ്രബലച്ചൻ പറയുന്നതല്ല. നിങ്ങളുടെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. യോഹന്നാന്റെ ലേഖനം, 3ാമത്തെ ലേഖനം. യോഹന്നാൻ ശ്ലീഹ തുടരാണ് 11ാം വാക്യത്തില്, നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. ശ്ലീഹന്മാരുടെ കൂട്ടുവേലക്കാരായ പ്രേക്ഷിതരെ സ്വാഗതം ചെയ്ത് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നന്മ ചെയ്യലാണ്. അങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തെ കണ്ടിട്ടുള്ളവരുമാണ്. 1 യോഹന്നാൻ 3:6, 3:10, 4:4, 4:6-7, 4:20 ഇല്ലേ? നന്മ ചെയ്യുന്നവര് ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തെ കണ്ടിട്ടുള്ളവരുമാണ്. തിന്മ ചെയ്യുന്നവർ ദൈവത്തെ കണ്ടിട്ടേയില്ല. ഭൗതിക നേത്രം കൊണ്ടുള്ള കാഴ്ചയല്ലെന്നുള്ള കാര്യം അറിയാലോ. ആന്തര നേത്രം കൊണ്ടുള്ള ദൈവശാസ്ത്ര കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്താലേ പുത്രനിലുള്ള ദൈവപിതാവിനെ കാണാനും പുത്രനിലൂടെ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനും കഴിയൂ. യോഹന്നാൻ 14:9. എന്നാൽ തിന്മയിൽ ആറാടി നിൽക്കുന്നവർക്ക്, സ്ലീഹന്മാരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നവർക്ക് ദൈവദർശനം സാധ്യമല്ല. ഇല്ലേ? ഈ സഭയിൽ ഞാൻ വലിയ ആക്റ്റീവ് ഒന്നുമല്ല, സഭയിൽ ഞാൻ പള്ളിയിൽ പോകുന്നില്ല, എനിക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുന്ന ആൾക്കാർ ചോദിക്കും. ഉത്തരമാണ് പറയണേ. ഈ യേശു ക്രിസ്തുവിന്റെ സ്ലീഹന്മാരെ അനുസരിക്കാത്തവർക്ക് ദൈവദർശനം സാധ്യമല്ല, രക്ഷ സാധ്യമല്ല. ചുരുക്കത്തില് പല ഉദ്ദേശങ്ങളോടെയാണ് യോഹന്നാൻ ഈ 3ാമത്തെ ലേഖനം എഴുതിയത്. 1ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രേക്ഷിതർക്ക് ഭക്ഷണവും പാർക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഗായോസ് എന്ന ആളെ പ്രോത്സാഹിപ്പിക്കാനും അയാള് ഈ സ്ഥലത്തെ മെത്രാന്റെ ദുർമാതൃക അനുകരിക്കരുത് എന്ന് താക്കീത്, അതായത് പറയാനും ആ ദുർമാതൃക അനുകരിക്കരുത്, അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ. 2, പ്രാദേശിക സഭയെ ആധിപത്യ പ്രവണതരെ ഭരിക്കുന്ന ദിയത്രഫസ് എന്ന മെത്രാന്റെ തിന്മകൾക്കെതിരെയാണ് ഈ ലേഖനം എഴുതിയത്. അയാളുടെ തിന്മകൾക്കെതിരെ അദ്ദേഹം തിന്മയിലാണ് ഇരിക്കുന്നത്, ദൈവത്തെ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനിയായി പോയി ഞങ്ങൾ മെത്രാനെ വായിക്കും ചെയ്തു, അത് ഞങ്ങൾക്ക് എന്ത് പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. പക്ഷെ അങ്ങനെ അനുകരിക്കരുത്. പിന്നെ 3ാമത്തത്, ഈ ലേഖനം എത്തിച്ചു കൊടുക്കുന്നത് ദെമേത്രിയോസ് എന്ന് പറഞ്ഞ ആളാണ്. ദെമേത്രിയോസ് അദ്ദേഹം വിജാതീയനായിരുന്നു. ആ വാക്ക് ദെമീത്രന്റെ ഭക്തൻ എന്നാണ്. ദെമീത്ര എന്ന് പറയുന്നത് ദേവന്റെ പേരാണ്, എന്നാൽ ദേവിയുടെ പേരാണ് ഗ്രീസിൽ. അപ്പൊ അങ്ങോരും വിജാതീയനായിരുന്നു, വിജാതീയ പേരാണ്. പക്ഷെ മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനിയായി. പക്ഷെ അയാളും വിജാതീയനായിരുന്നിട്ടും നല്ല ക്രിസ്ത്യാനായിട്ട് ജീവിക്കണേ. അപ്പൊ ഗായോസിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഈ മെത്രാനെ എതിർക്കുകയും മെത്രാന്റെ ദുർമാതൃക അനുകരിക്കാതിരിക്കുകയും ചെയ്യുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിലാണ് ഈ ദെമേത്രിയോസ്. അപ്പൊ ദെമേത്രിയോസ് ആണ് ഈ ലേഖനം ഗായോസിന് കൊണ്ട് കൊടുക്കുന്നത്. ആ ദെമേത്രിയോസിനെ, വിശ്വസ്തനായ സഹോദരനായ ദെമേത്രിയോസിനെ ഗായോസിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ ലേഖനത്തിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ലേഖനമാണ് യോഹന്നാൻ എഴുതിയ 3ാം ലേഖനം. ഗ്രീക്കിൽ ആകെ 219 വാക്കുകളേ ഉള്ളൂ. അജഗണത്തോട് ആരടപ്പം സൂക്ഷിക്കുന്ന ഒരു മെത്രാന്റെ, അതായത് സ്ലീഹയുടെ ഇടയന്റെ ഹൃദയത്തുടിപ്പുകളുള്ള ഊഷ്മളമായ ശൈലിയാണ് ഈ ലേഖനത്തിലുള്ളത്. കാര്യം നേരെ ചുവങ്ങ് പറഞ്ഞിരിക്കുക, വളച്ചുകെട്ടൊന്നുമില്ല. രണ്ടാമതൊരു കാര്യം, ആദിമസഭയിൽ അധികാര സീമകളെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. അത് പരിഹരിക്കേണ്ടതുണ്ടെന്നും ഈ ലേഖനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആദിമസഭയിലെ പോലെ, ആദിമസഭയിലെല്ലാം പരിപൂർണമായിട്ടും എല്ലാം തികഞ്ഞ അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ നേരിടുക,
പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഒരു രീതിയല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ വളവുണ്ടാകാൻ പാടില്ലെന്നോ ശരിയാകുമോ? വളവുണ്ടാകും, റിസ്ക് ഉണ്ട് എന്ന് വെച്ച് വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ റിസ്ക് എടുത്തിട്ടല്ലേ ജീവിതം മുഴുവൻ. ഏത് സംഗതി അങ്ങനെയാണ്, നേതൃത്വം പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഏഷ്യ മൈനറിലെ പല പ്രാദേശിക സഭകളുടെയും അജപാലനം അപ്പസ്തോലനും ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയുമായി യോഹന്നാനാണ് നടത്തിയിരുന്നത്. എന്നാൽ പ്രാദേശിക സഭകളിലെ ഒന്നിന്റെ ഇടയനായിരുന്ന പാസ്റ്ററോ മെത്രാനൊക്കെ ആയിരുന്ന ദിയത്രഫസ് ഏകഛത്രാധിപതിയെ പോലെ പെരുമാറിയപ്പോൾ യോഹന്നാൻ സ്ലീഹ അയച്ച പ്രതിനിധികളെ ദിയത്രഫസ് പുറത്താക്കിയപ്പോൾ, യോഹന്നാൻ സ്ലീഹയെ കുറിച്ച് മോശം വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിച്ചപ്പോൾ, അപ്പോൾ അത് സഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഒരു വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ. അതിന് തടയിടാൻ വേണ്ടിയാണ് യോഹന്നാൻ ഗായോസിന് ഈ കത്ത് അയച്ചു കൊടുത്ത് സഭയിൽ കാര്യങ്ങൾ നേരെയാക്കുന്നത് ദെമേത്രിയസ് വഴി. ഈ യോഹന്നാൻ അയച്ച പ്രതിനിധികളെ ഇടവകക്കാർ സ്വീകരിച്ചപ്പോൾ, ഗായോസിനെ ഇടവകക്കാർ സ്വീകരിച്ചപ്പോൾ ആ ഇടവകക്കാരെ തന്നെ ദിയത്രഫസ് മെത്രാൻ സഭയിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ യോഹന്നാൻ സ്ലീഹ ഗായോസിന് എന്ന ആൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന പ്രേക്ഷിതരെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ മിടുക്കനായ ഗായോസിനോട് പറയാണ്, അത് തുടരുക. ഈ ദിയത്രഫസ് എന്ന് പറയുന്ന മെത്രാന്റെ ഭീഷണി കണ്ട് പേടിക്കണ്ട. മാത്രമല്ല, അധികം താമസിക്കാതെ യോഹന്നാൻ നേരിട്ട് വന്ന് ഗായോസിനെ കാണുമെന്നും മുഖാമുഖം സംസാരിക്കുമെന്നും വാക്കുകൊടുക്കുന്നു 14-ാം വാക്യത്തില്. ദിയത്രഫസിന് ഒരു പാഠം പഠിപ്പിക്കാൻ തന്റെ സന്ദർശനം ഉപകരിക്കുമെന്ന് യോഹന്നാൻ സ്ലീഹ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. വാക്യം 10, ഞാൻ അവനെ ഓർമ്മപ്പെടുത്തും എന്താ ചെയ്യണമെന്നൊക്കെ. ഇതിലൂടെ ശ്ലൈഹിക അധികാരത്തിന് പിന്തുണ നേടാമെന്നും ശ്ലൈഹിക അധികാരത്തെ നിഷേധിക്കുന്നവരെ പരാജയപ്പെടുത്താമെന്നും അവരുടെ തോന്നിയാസം സഭയിൽ അനുവദിക്കുകയില്ലെന്നും യോഹന്നാൻ ശക്തമായ നിലപാടെടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു വചനം ഒന്നുകൂടി പറയട്ടെ. യേശുവിന്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്ന് യേശു സ്നേഹിച്ച ശിഷ്യൻ, ഈ സ്നേഹത്തെക്കുറിച്ച് സുവിശേഷം എഴുതിയ യോഹന്നാനാണ് ഈ ലേഖനം എഴുതിയത്. അപ്പൊ എന്ത് തോന്നിയാസം അനുവദിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം. എത്ര തെമ്മാടത്തിനും ചെയ്യുന്നവരെയും പശ്ചാത്തപിക്കാതെ വന്നാൽ ചേർത്ത് പിടിക്കുന്നതല്ല സ്നേഹം. അത് മെത്രാന്മാർക്ക് പറ്റുന്ന അബദ്ധമാണ്. ആരും തള്ളിക്കളയേണ്ടതില്ല, പക്ഷെ പശ്ചാത്തപിച്ചാലേ ചേർത്ത് പിടിക്കാവൂ. മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു മെത്രാനെതിരെയുള്ള ലേഖനം നമ്മുടെ ബൈബിളില്, തിരുവചനത്തില്, ദൈവം പ്രചോദിപ്പിച്ച തിരുവചനത്തിൽ കയറിപ്പറ്റിയിരിക്കുന്നു. ക്രിസ്ത്യാനിയാണെങ്കിലും വിജാതിയനെ പോലെ പെരുമാറിയ ആ മെത്രാൻ ദൈവത്തെ കണ്ടിട്ടേയില്ലെന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നു. നോക്കുക, വിജാതിയരുമായി കൂട്ടുചേർന്ന് നമ്മുടെ സഭയെ ഒറ്റക്കൊടുക്കാൻ കൂട്ടുനിന്നവനെ സഭയിൽ ഉദ്യോഗത്തിൽ നിയമിച്ചവര് ദൈവത്തെ കണ്ടിട്ടുള്ളവരാണോ? കണ്ടിരിക്കാൻ സാധ്യതയില്ലെന്നാണ് എന്റെ വിചാരം. ഞാൻ അവസാനിപ്പിക്കുക. ആദിമസഭയിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങളുടെ പ്രകൃതം എന്തെന്ന് പഠിക്കാൻ, അതിനുള്ള പരിഹാരം എന്തെന്ന് തിരിച്ചറിയാൻ ഈ യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം സഹായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സഭയിലുള്ള പ്രശ്നങ്ങളുടെ പ്രകൃതവും അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങളും ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ടായിരിക്കണം എന്നോട് ചോദ്യം ചോദിച്ച ആള് ഈ ആരാണ് ദിയത്രഫസ്, അദ്ദേഹത്തിന് കുറച്ച് അറിവുള്ള ആളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അദ്ദേഹം എന്നോട് ചോദിച്ചത്. അവസാനത്തെ കാര്യം, ഇങ്ങനെയുള്ള മെത്രാന്മാരൊക്കെ സഭയിൽ മുമ്പുണ്ടായിരുന്നു, ആദിമസഭയിലുണ്ടായിരുന്നു, സ്ലീഹന്മാരെ കാലത്തുണ്ടായിരുന്നു. അവര് ഒരുപാട് സഭയെ നശിപ്പിക്കാൻ നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. കാരണം ഇത് കർത്താവിന്റെ സഭയാണ്. മാത്രമല്ല, സ്ലീഹന്മാരെ കൂടെ നിൽക്കാൻ ഗായോസ്, ദെമേത്രിയോസ്, ഇങ്ങനെ കുറെ ആളുകളുണ്ടായി. അപ്പോൾ നല്ല ആളുകളുടെ സഹായത്തോടെ, വിശ്വസ്തരായ ആളുകളുടെ സഹായത്തോടെ, സഭയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ സഹായത്തോടെ സ്ലീഹന്മാര് ഈ ദുർനടപ്പുകാരായ അല്ലെങ്കിൽ അധികാരക്കൊതിയന്മാരായ മെത്രാന്മാരെ നിലയ്ക്ക് നിർത്തി. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇന്നും തകരാതെ നിൽക്കുന്നത്. ഇത് നമുക്ക് വലിയ പ്രത്യാശയാണ്. നമ്മൾ വിഴുങ്ങിക്കളയും എന്ന തരത്തിലുള്ള ദുഷ്ട കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അവർക്ക് അധികാരമുണ്ടാകും, പണമുണ്ടാകും, സ്വാധീനം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും, ഈ ദെമേത്രിയസ് മെത്രാനെ പോലെ. പക്ഷെ അവർ വിജയിക്കില്ല എന്ന് ഉറപ്പ് തരികയാണ് അങ്ങനെയുള്ളൊരു മെത്രാൻ എഴുതിയ ലേഖനം നമ്മുടെ ബൈബിളില്, തിരുവചനത്തില്, പുതിയ നിയമത്തിൽ വെച്ചിട്ട് പരിശുദ്ധാത്മന്റെ പ്രേരണയാൽ അത് നമ്മുടെ ബൈബിളിന്റെ ഭാഗമായത്. അപ്പോൾ സ്നേഹവും ക്ഷമയും കരുണയും മാത്രമല്ല നമ്മുടെ ബൈബിളിലുള്ളത്. സത്യവിശ്വാസത്തിനെതിരെയുള്ള ഏത് നീക്കത്തെയും പരാജയപ്പെടുത്തുക എന്നുള്ളത് നോമ്പ് കാലത്തിന്റെ പ്രതിജ്ഞയാകണം. നമ്മുടെ സഭയുടെ പൈതൃകത്തിനെതിരെ,
നമ്മുടെ സഭയുടെ വിശ്വാസത്തിനെതിരെ, നമ്മുടെ സഭയുടെ ദൈവശാസ്ത്രത്തിനെതിരെ, നമ്മുടെ സഭയുടെ ലിറ്റർജിക്കെതിരെ നിലപാടെടുക്കുന്നവരെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കണം പിശാചിനെ മറികടക്കാനുള്ള നോമ്പ് കാലത്ത് നമ്മുടെ തീരുമാനം. അപ്പോഴാണ് ശരിക്കും നോമ്പും ഉപവാസമാകുക. ഭക്ഷണം ഉപേക്ഷിച്ചാൽ നോമ്പും ഉപവാസത്തിന്റെ ശരിക്കുള്ള കരുത്ത് കിട്ടില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. പ്രത്യേകിച്ചും സംഘടിതമായ വ്യവസ്ഥാപിതമായ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം. ദിമേത്രിയസ് എന്ന ദുഷ്ടമെത്രാനെതിരെയുള്ള പോരാട്ടം നടത്തിയ യോഹന്നാൻ ശ്ലീഹ നമുക്ക് മാതൃകയായിട്ടും മധ്യസ്ഥനായിട്ടും നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.